ഡയഗ്നോസ് ചെയ്തത് എനിക്ക് ഇന്നതാണ് പോകുന്നത്. ഇതുപോലെ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ഒരു ഉൾക്കണ്ണ് തുറന്നു കിട്ടുക, എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് ഇതാണ് തടസ്സം. ആ തടസ്സം നമ്മൾ കാണുക. ആ തടസ്സം മാറ്റിക്കിട്ടാൻ ഒരു ദേവിക്കും ദേവനും ആർക്കും പറ്റില്ല. പല കുത്തി മാറാൻ പോലും പറ്റില്ല. അത് നിങ്ങൾ പലരും മനസ്സിലാക്കുന്നില്ല. ആരാധന കൊണ്ട് നമ്മൾ വെറുതെ ഒരു ക്ഷേത്ര ദർശനം കൊണ്ട് മാത്രമാണ് മാറ്റാൻ പറ്റില്ല. അതിന് എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ഉള്ള പല തടസ്സങ്ങളും നീങ്ങിക്കിട്ടണമെങ്കിൽ അതിന് നമുക്കൊരു ഗുരുത്വം ഉണ്ടാകും. അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനം, വെറും കൃത്യനിഷ്ഠ മാത്രം പോലെ ഇതുകൂടെ വേണം അനുഷ്ഠാനം പോലെ. ഈ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് ക്ഷേത്രവും കൃത്യനിഷ്ഠയും അനുഷ്ഠാനം ഇത് മൂന്നും കൂടി ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ അവർക്ക് തെളിഞ്ഞു. അല്ലെങ്കിൽ പ്രായമാകുന്തോറും അവര് ഈ ധർമ്മത്തിൽ നിന്ന് ക്രമേണ മാറിപ്പോകുമെന്ന് മാത്രമല്ല. നിങ്ങൾ നോക്കൂ, പലരും ഇതിനെ കാണുന്നതൊക്കെ വെറും ഒരു സൂപ്പർഫിഷ്യലാണ്. പലരും ഇതിനെ ഉപയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ, പലരും ഇതിനെ കാണുന്നത് സാമ്പത്തിക നേതൃത്വത്തിൽ. ശബരിമലയിലൊക്കെ കണ്ടിലെ ആരാധന നടത്തി കുറേ പണമുണ്ടാക്കി ജയിലിൽ പോകേണ്ടി വന്നവരൊക്കെ സംഗതിയാണ്. അപ്പം അങ്ങനെയൊക്കെ വഴിവെക്കി പോകാതിരിക്കുന്നത് നമുക്ക് എന്ത് വേണം? നമുക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കണം. അതിനാണ് നിങ്ങൾ ഈ ഭാഗവതം കേൾക്കുന്നത്. അപ്പം ഭാഗവതം കേൾക്കുന്നവരുടെയൊക്കെ ഉള്ളിൽ രണ്ട് ഉത്തരവാദിത്വം. ഒന്ന് നമ്മളിൽ ഒരു വ്യക്തത ഉണ്ടാക്കുക, രണ്ട് നമ്മുടെ കുട്ടികൾക്ക് ക്ഷേത്ര ആരാധനകളെ വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് പ്രഹ്ലാദന്റെ കഥയിലെ ഇവരെ നമ്മൾ പ്രഹ്ലാദ കഥയാണ്. പ്രഹ്ലാദൻ ഭഗവാനെ അത്ര ആത്മാർത്ഥതയോടെ ഭജിക്കുന്നു. ആ ഭജിച്ച പ്രഹ്ലാദന്റെ മുന്നിൽ ഭഗവാൻ നല്ലൂറും ഭഗവാൻ ഒന്ന് ഉച്ചത്തിലാകുന്നത്. അലർച്ചയിലുള്ള ദേവന്മാർ പൊടിച്ചെടുക്കുന്നു മുന്നോട്ടാണ് പോകുന്നത്. അവസാനം